മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. എൽ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആന്റണി പെരുമ്പോവരാണ് ഈ അപ്ഡേറ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിന്റെ പേരെന്ന് പറയുന്ന അസ്രായേൽ എന്നായിരിക്കും എന്നാണ്. ഇത് ഓൾറെഡി ചെറുതായിട്ട് പുറത്തു വന്നതാണ്, എങ്കിലും നമ്മളിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഒരു പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരണത്തിന്റെ കറുത്ത മാലാക്ക എന്നാണ്. നമ്മൾ എമ്പുരാൻ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. എമ്പുരാനകത്ത് ഒരു രാത്രിയിലത്തെ ഒരു സീനുണ്ട്. പള്ളിയിലച്ഛനും, അതായത് ആ ഒരു അച്ഛനും പിന്നെ നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ള ഒരു സീന്. ലാലേട്ടൻ ഇരുട്ടത്ത് നിന്നിട്ട് ഇങ്ങനെ വെളിച്ചത്തോട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ആ ഒരു പള്ളിയിലച്ഛനോട് ഇതുപോലെ പറയുന്നുണ്ട്, ഫാസിലിനോട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇരുട്ടത്ത് വീഴുന്ന കറുത്ത പൂവല്ലേ അച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് ഇതുമായിട്ട് തമ്മിൽ ഒരു കണക്ട് ചെയ്ത് നമുക്ക് ആലോചിക്കാൻ പറ്റും. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചിത്രം വലിയൊരു ചിത്രം തന്നെ ആയിരിക്കും. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ തിരിഞ്ഞു നോക്കുന്ന രീതിക്കത്തെ ഒരു ചിത്രമായിരിക്കും. ഇപ്പം ഏകദേശം എമ്പുരാൻ തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. എല്ലാ ഒരു ഇൻഡസ്ട്രിയും നമ്മുടെ ഇൻഡസ്ട്രി ഇത്രത്തോളം വന്നല്ലോ എന്നുള്ള രീതിക്ക് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് ഈ വരുന്ന വീക്കിൽ തന്നെ ദുബായി വെച്ച് നടക്കും എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് ഈ അടുത്ത് തന്നെ എന്തായാലും ഉണ്ടാകും. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ എമ്പുരാൻ ഇത്രയും നല്ല വിജയകരമായിട്ട് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അനൗൺസ്മെൻറ്റോടെ വരുമ്പം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എമ്പുരാനാണെങ്കിലും കുറച്ചുകൂടെ കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് കാണാൻ വേണ്ടി വരികയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഏത് രീതിക്കായിരിക്കും പൃഥ്വിരാജ് ലാലേട്ടനെ അതിനകത്ത് ആ ഒരു ക്യാരക്ടറിലോട്ട് കൊണ്ടുവരുന്നതും വേറെ എന്തൊക്കെ ആയിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മുടെ എമ്പുരാനിലാണെങ്കിൽ പ്രണവമുണ്ട്. അപ്പം ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനൊക്കെ ചിലപ്പം കുറേയും കൂടെ ഈ തേർഡ് പാർട്ടിനകത്ത് വരാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു സംശയം എന്ന് പറയുന്നത്, തേർഡ് പാർട്ടിലേക്ക് വരുമ്പം അങ്ങനെ ഫ്ലാഷ് ബാക്ക് പോർഷൻ വരുമ്പം നമ്മൾ എമ്പുരാൻ കണ്ടിട്ടുള്ളവർക്കറിയാം, ലാസ്റ്റിൽ പ്രണവിന് ലാലേട്ടൻ്റെ ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രണവിൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരു കുറച്ച് നേരം കാണിക്കുവാണെങ്കിൽ അപ്പോൾ ഡബ് ചെയ്യുന്നത് ലാലേട്ടൻ ആയിരിക്കുമോ എന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എങ്കിലും ആ ഒരു പ്രണവിൻ്റെ ആ ഒരു വരവും അപ്പിയറൻസും സ്ക്രീൻ പ്രസൻസും ഒക്കെ വേറെ ഒരു തരത്തിലുള്ളതായിരുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കാണിക്കുമോ എന്നുള്ളത്. ആ ഒരു അവസാനത്തെ ആ ഒരു ഭാഗമൊക്കെ വേറെ തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു തിയേറ്ററിൽ ഉണ്ടാക്കിയിരുന്നത്. എന്തായാലും ഈ സിനിമയിൽ ഇനിയും ആരൊക്കെ പുതിയ ആൾക്കാരൊക്കെ വരുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. മിക്കവാറും 3 ഒരു പാൻ ഇന്ത്യൻ ലെവലിലെ ഒരു സിനിമയായിരിക്കും. എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും മിക്ക ലീഡായിട്ടുള്ള ആക്ടേഴ്സിനെ ഈ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമെന്നുള്ളത് നമുക്ക് ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഉറപ്പാണ് അങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത്. ഈ സിനിമ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇതൊരു വലിയ സ്കെയിലിൽ എടുക്കുന്ന സിനിമയാണെന്ന് പറയാനും കാരണം. എന്തായാലും നമുക്ക് ഈ L3യുടെ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. അതേപോലെ തന്നെ L3ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.